നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന അൽസയില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റിയായ ഒരു അൽസയാണ് ഇത്. ഹെൽത്തി എന്ന് പറഞ്ഞത് ഇത് ഗോതമ്പും പിന്നെ ഒരു കഷ്ണം ചിക്കനും. കൂടുതൽ സാധനങ്ങളൊന്നും ഇതിന് ചേർത്തിട്ടില്ലേ, നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. അതിനായി നമ്മൾ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതാണ് കുത്തിയ ഗോതമ്പ്, അതായത് തൊലി കളഞ്ഞ ഗോതമ്പ്. കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. തൊലി കളഞ്ഞ ഗോതമ്പ് തന്നെ എടുക്കണേ. ഒരു 4-5 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണേ, സാധാരണ പച്ചവെള്ളത്തിൽ. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുത്തു. പണ്ടൊക്കെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നൊക്കെ വിറകടുപ്പിൽ വെച്ചിട്ട് ഇത് വേവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ഗോതമ്പും ഇട്ട് അതിലേക്ക് 2 വലിയ പീസ് ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് 2-3 ഏലക്കായാണ്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ കറുവപ്പട്ട ഇട്ട് കൊടുത്തു. 1/2 കിലോ ഗോതമ്പാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു 3 പീസ് ഗ്രാമ്പുവാണ് ഇട്ട് കൊടുത്തത്. ഗ്രാമ്പു അധികാനേ പാടില്ലേ, രുചി മാറും അൽസൻ്റെത്. അതുകൊണ്ടാണ് പറയുന്നത് 3 ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇട്ടത് വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. നമ്മളിത് റെസിപ്പി ആയിട്ടല്ല വന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ റൈസ് കുക്കറിൽ എന്തൊക്കെയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആദ്യം വിചാരിക്കും ഈ റൈസ് കുക്കറിൽ റൈസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെയല്ല, ഇപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മന്തി ഉണ്ടാക്കിയതിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. കറി പകുതി വേവാക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ പല ഗുണങ്ങളും ഈ കുക്കറിനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെല്ലാം സൽക്കാരത്തിനെല്ലാം ഉണ്ടാക്കുമ്പോൾ 2-3 മണിക്കൂർ ഇത് വെന്ത് കിട്ടാൻ വേണ്ടി വരും. അങ്ങനത്തെ ഇപ്പോൾ ഒരു അരമണിക്കൂർ മതി. ഇതിങ്ങനെ പതച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഇത് നിങ്ങൾ ഉച്ചക്കേക്കോ രാത്രിയേക്കോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പ് ഇങ്ങനെ വേവിച്ചിട്ട് റൈസ് കുക്കറിൽ അടച്ച് വെച്ചാൽ മതി. 4 മണിക്കൂർ കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ നല്ല വണ്ണം വെന്തിട്ടുണ്ടാവും. ഇതിലൊട്ടും ഓയിലൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ഹെൽത്തിയാണ്. പിന്നെ അരിയുമല്ലല്ലോ, ഗോതമ്പല്ലേ. ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും കേൾക്കുന്നില്ല. എന്നാലും നമ്മൾ ഗ്യാസ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് വളരെ ചെറിയ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എപ്പോഴും ദോശയും പൂരിയും പുട്ടും എല്ലാം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ കല്യാണ വീട്ടിൽ തന്നെ പോയിട്ട് അൽസ തിന്നണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മളെ വീട്ടിലുണ്ടാക്കിയാലും ആവുമല്ലോ. നമ്മളധികം രാത്രിയിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാറ്. കുട്ടികളെല്ലാം നന്നായി കഴിച്ചോളും. അങ്ങനെ നമ്മളെ അൽസെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉടച്ചെടുക്കണേ. നല്ലോണം ഈ ചിക്കനെല്ലാം നന്നായി ഉടക്കണം. അതിനായി നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടുപ്പത്ത് വെച്ചാൽ പിന്നെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, അല്ലാണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മോള് നന്നായി അതിനെ ഉടച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചിക്കനെല്ലാം നന്നായി ഉടഞ്ഞു വരണമല്ലോ, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാലാണ്. നമ്മൾ മിൽമ പാലാണ് എടുത്തത്. അത് മുഴുവൻ ചേർത്തിട്ടില്ല, അര പാക്കറ്റ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ആദ്യം ചേർത്തത് കൊണ്ട് വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പാല് ഒഴിച്ചിട്ട് അതുപോലെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. അങ്ങനെ പാലും ഗോതമ്പും ചിക്കനും ഏലക്കായും പട്ടയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ആരെങ്കിലും ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലർ ഇതിനെ മിക്സിയിൽ അരച്ചെടുക്കും. നന്നായി വെന്ത് കിട്ടിയാലും ഇത് അരച്ചെടുക്കും. പക്ഷെ എനിക്കതിഷ്ടമല്ലേ. ഇങ്ങനെ ഉടച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ബുദ്ധിമുട്ടിയാലും എന്താ, നല്ലത് കഴിക്കാമല്ലോ. പണ്ടൊന്നും എനിക്കിത് ഭയങ്കര ഇഷ്ടമൊന്നുമല്ലേ. കാരണം എന്താണെന്നറിയോ, ഇത് കഴിച്ച് നോക്കിയാലേ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂ. കഴിച്ച് നോക്കില്ല. ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെ തന്നെ, കഴിച്ച് നോക്കാണ്ട് എനിക്ക് വേണ്ടേന്ന് പറയൂ. മോളും കൂടി എൻ്റെ ഒന്നിച്ചിട്ട് കൂടിയോണ്ട് എല്ലാം പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2.5 സ്പൂണ് പശു നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ ഏറ്റവും രുചി കൂട്ടുന്നത് ഈ നെയ്യാണ്. നെയ്യില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ രുചി വേറെ തന്നെയായിരിക്കും.
നെയ്യും ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ചേർത്ത് നന്നായി വറുത്തെടുത്തിട്ട് അതിലിട്ട് കൊടുത്താലേ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് വരുവേ ഹൽസൻ്റെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നെയ്യൊന്നും പറ്റാത്തവർക്ക് നെയ്യൊന്നും ചേർക്കാതെയും കഴിക്കാം. പക്ഷെ പായസത്തിന് പാലും പഴവും നെയ്യെല്ലാം കൂട്ടിയിട്ട് പായസം കുടിക്കുന്ന പോലെയാണ് നമ്മളെ ഈ എൽസൻ്റെ കാര്യം. പിന്നെ എന്തെങ്കിലും അസുഖം കൊളസ്ട്രോളും മറ്റുള്ള എന്തെങ്കിലും അസുഖമുള്ള ആൾ നെയ്യ് ചേർക്കാണ്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ടേസ്റ്റെല്ലാം നല്ലതായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് എന്തെന്നാൽ നെയ്യ് ഒഴിച്ചാൽ അതിൻ്റെ ശരിയായ രുചി കിട്ടുവേ. ഓരോന്നിനും അതിൻ്റേതായ ഒരു രുചിയുണ്ടല്ലോ. അവിയലിന് അതിൻ്റെ രുചി ഉണ്ടാവും. എല്ലാം കൂട്ട് ശരിയായാൽ ഏതൊരു ഭക്ഷണമായും എല്ലാത്തിൻ്റെയും കൂട്ട് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യണം. എന്നാലേ നമുക്ക് അതിൻ്റേതായ രുചിയിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ പൊരിഞ്ഞ് വരണം. നന്നായി കരിയാനും പാടില്ല, കരിയാതിരിക്കാനും പാടില്ല. അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് ഉണക്കമുന്തിരിയാണ്. അത് പിന്നെ പെട്ടെന്ന് വറുത്ത് വരുമല്ലോ. അങ്ങനെയെല്ലാം നല്ല കറക്റ്റായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ച അൽസയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നമ്മൾ പാലെല്ലാം ഒഴിച്ചിട്ട് വീണ്ടും കുക്കറിലേക്ക് ഇറക്കി വെച്ചതാണ്. ഇപ്പം കണ്ട കറക്റ്റ് അളവിലെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നേ. കണ്ടോ നമ്മൾ അൽസ കണ്ടോ എങ്ങനെയുണ്ട്? കൊള്ളാലോ. ടാറ്റാ ബൈ ബൈ.